ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery ഓഫ്സെറ്റ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഈ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ടാഗിൻ്റെ കോർഡിനേറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ, അതായത് ടോപ്പിൽ എത്രയുണ്ട്, ടോപ്പിൽ നിന്നും എത്ര അകലമുണ്ട്, അതേപോലെ ലെഫ്റ്റിൽ നിന്നും എത്ര അകലത്തിലാണ് ആ എലമെൻറ്റ് കിടക്കുന്നു എന്നതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓഫ്സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നമുക്കൊരു സിമ്പിളായിട്ടൊരു മെത്തേഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു പാരഗ്രാഫ് ഉണ്ട്. യു ആർ റീഡിങ് ദിസ് ട്യൂട്ടോറിയൽ ഓൺ സൂമിക്സ് ഇൻഫോ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഞാനൊരു ബട്ടൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ നമ്മൾ എഴുതിയിട്ടുള്ള ക്ലിക്ക് ഇയർ ടു റിട്ടേൺ ദ ഓഫ്സെറ്റ് കോർഡിനേറ്റ് ഓഫ് ദ പി എലമെൻറ്റ്, അതായത് പി എന്ന പാരഗ്രാഫിൻ്റെ എലമെൻറ്റ്സ്, അതായത് പി എന്ന എലമെൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് എവിടെയാണോ കിടക്കുന്നത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു jQuery കോഡ് നമുക്കതിനായിട്ട് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ jQuery എഴുതുകയാണെങ്കിൽ ആദ്യം തന്നെ $സൈൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് റെഡി ഫംഗ്ഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു കേളി ബ്രേസസ് കൂടി ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിവിടെ വന്ന് കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കോർഡിനേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു $സൈൻ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റിൽ ബട്ടണിന് നമ്മൾ ഐഡിയോ ക്ലാസ്സോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു, ബട്ടൺ ഡോട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിവിടെ വന്ന് ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിനും നമ്മളൊരു കേളി ബ്രേസസ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വേരിയബിളിൻ്റെ പേര് ഞാൻ എക്സ് എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു. എന്നിട്ട് നമുക്ക് ഏത് എലമെൻറ്റിൻ്റെ ആണോ കോർഡിനേറ്റ് കാണേണ്ടത് ആ എലമെൻറ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മളിവിടെ വന്ന് പി എന്ന പാരഗ്രാഫ്, പി എന്ന ടാഗിൻ്റെയാണ് അല്ലെങ്കിൽ പി എന്ന എലമെൻറ്റിൻ്റെയാണ് നമ്മൾ ഓഫ്സെറ്റ് അല്ലെങ്കിൽ കോർഡിനേറ്റ് കാണുന്നത്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഓഫ്സെറ്റ് എന്ന് ചേർത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ആൻസർ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളിതൊരു അലേർട്ട് ബോക്സിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതൊരു അലേർട്ട് ബോക്സിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് അലേർട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ടോപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ടോപ്പ് എന്ന കോർഡിനേറ്റ് എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോപ്പ് എന്ന ടെക്സ്റ്റ് എഴുതിയതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, എക്സ് നമ്മൾ കണ്ടുവച്ച ആ കോർഡിനേറ്റ് കണ്ടുവച്ചതാണ് എന്ത്, എക്സ്. അതിന് അത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട്, അതിനുശേഷം ടോപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ ടോപ്പിലുള്ള കോർഡിനേറ്റ് ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ എത്രയാണോ വരുന്നത് അതുകൂടി നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എന്നിട്ടതിന് ശേഷം നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ എക്സ് ഡോട്ട് എന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് ലെഫ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിത് ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഇത് ഞാൻ ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു അലേർട്ട് ബോക്സിൽ ഇതിൻ്റെ കോർഡിനേറ്റ് ടോപ്പിൽ എത്രയാണെന്നും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണോ ഇതിൻ്റെ കോർഡിനേറ്റ് ഇവിടെ വരുന്നുണ്ട്. ടോപ്പ് എന്നത് 16ഉം അതേപോലെ ലെഫ്റ്റ് എന്നുള്ളത് 8ഉമായിട്ട് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 4
ഡിവ് ബോക്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കോർഡിനേറ്റ് ഏതാണോ അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ, എങ്ങനെയാണോ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതും എങ്ങനെയാണോ ഈ വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 4 ഡിവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഡിവിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കോർഡിനേറ്റ് ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 4 ഡിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും സെയിം നെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ടാഗ് എലമെൻറ്റിൻ്റെ പേര് ഡിവ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിനൊരു CSS നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എത്രയെന്നും ഹൈറ്റ് എത്രയെന്നും മാർജിൻ 5 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതെന്തായെന്ന് നമ്മൾ CSSൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ അതായത് ലെഫ്റ്റ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനും അതേപോലെ T റിസൾട്ട് എന്നുള്ളത് ടോപ്പ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാൻ 2 സ്പാൻ ഇവിടെ വന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ jQuery എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാനിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ jQueryക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനുശേഷം ഞാനിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് റെഡി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡിവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസർ ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഒരു $സൈൻ ഇട്ടു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡിവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഡിവിൻ്റെ എലമെൻ്റ് ഏതാണോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന രൂപത്തിൽ നമ്മളിവിടെ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഓഫ്സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ പേര് ഓഫ്സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു എന്നിട്ടൊരു $സൈൻ ഇട്ടു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് ഓഫ്സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതായത് ഏതിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓഫ്സെറ്റാണ് വേണ്ടത്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് 4 ഡിവാണ് ഇവിടെ കിട്ടുന്നത്. ഏത് ഡിവിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഈ ഓഫ്സെറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ കാണണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ ഇവിടെ കൊടുത്ത 2 സ്പാനിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. നമ്മൾ ഓഫ്സെറ്റ് എന്ന് ചേർത്തതിന് ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓഫ്സെറ്റ് എന്ന വേരിയബിളിലേക്ക് നമ്മൾ കണ്ടു. അതിനുശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം, $സൈൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പേര് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. റിസൾട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷന് ക്ലോസ് ചെയ്തു. ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഡോട്ട് നമ്മളിവിടെ വന്ന് HTML എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ HTML രൂപത്തിലാണ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ലെഫ്റ്റ് എന്നതിന് ശേഷം നമുക്കതിൻ്റെ വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എന്നിട്ടതിന് ശേഷം ഓഫ്സെറ്റ് ലെഫ്റ്റ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ വാല്യൂ ഏതാണോ അത് നമുക്കവിടെ പ്രിൻറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ വീണ്ടും നമ്മളൊരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്തു. ആ ഡിവിൻ്റെ പേര് T റിസൾട്ട് എന്നാണ്. അതായത് നമ്മളിവിടെ കൊടുത്ത ഈ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം .html അതിൻ്റെ ടോപ്പ് ഏതാണോ വാല്യൂ അതും നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഏത് ഡിവിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റ് എത്ര ടോപ്പ് എത്രയെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഡിവിൻ്റെ വാല്യൂ മാത്രമായിട്ടായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോഗ്രാമും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.